Namaste. Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് ശരിക്കും ന്യൂ ഇയർ ആണ്. എല്ലാവർക്കും ഭയങ്കര എന്താ പറയുക, ഓരോ റെസൊല്യൂഷൻസ് ആയിട്ട് നമ്മളെല്ലാവരും ഇന്നലെ തീരുമാനം എടുത്തേക്കുക അല്ലേ. ഇന്ന് തൊട്ട് ഞാൻ ഇന്നതാവും, നാളെ തൊട്ട് ഞാൻ ഇന്നതാവും. ഏറ്റവും കൂടുതൽ ഞാൻ കേൾക്കുന്നുള്ളത് നാളെ തൊട്ട് ഞാൻ ഡയറ്റാണ്, അല്ലെങ്കിൽ നാളെ തൊട്ട് ഞാൻ ഇനി വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കും. ഇതൊക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്, എൻ്റെ പിള്ളേരുൾപ്പെടെ. എല്ലാവരും പുതിയ 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 ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഞാൻ പറയുന്ന എല്ലാവർക്കും ഐശ്വര്യവും സംതൃപ്തിയും എല്ലാം തരട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമാണ് എനിക്കുള്ളത്. ഒരിക്കൽ കൂടി എല്ലാ ഐശ്വര്യവും ഈ പുതുവത്സരം നമുക്ക് തരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ആനീസ് കിച്ചൻ ഇന്ന് തുടങ്ങാം. ഇന്ന് ആനീസ് കിച്ചനിൽ ചെയ്യാൻ പോകുന്ന ഒരു നോൺ വെജ് ആണ്. ന്യൂ ഇയർ, ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും, എനിക്ക് ജാതി ഭേദമന്യേ എല്ലാവരുടെ വീട്ടിലും ഞാൻ പറയുന്ന ആഘോഷിക്കണം. അത് ഈ ന്യൂ ഇയർ ആയാലും ക്രിസ്മസ് ആയാലും ഓണമായാലും വിഷു ആയാലും എന്നതാ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ആഘോഷിക്കാനുള്ളതാണ്. ആഘോഷമില്ലാതെ എന്താ പറയുക, നമ്മൾ ഇതിനകത്ത് എപ്പോഴും മൂവത പിടിച്ചിരിക്കുന്നു, ഒരു കാര്യമില്ല. ഇച്ചിരി ആണെങ്കിലും നമ്മളൊരു ഇച്ചിരി എന്നാ പറയുക, ആഘോഷിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. അതൊരു ഫെസ്റ്റിവൽ ആവണം എന്നില്ല. ഒരു വീട്ടിലൊരു സന്തോഷം വന്നാലും, ഒരു കൊച്ചുങ്ങൾക്ക് മാർക്ക് കിട്ടിയാൽ പോലും നമ്മളൊന്ന് സന്തോഷിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പ്രോൺസിൻ്റെ വിഭവമാണ്. പ്രോൺസ് അതായത് ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രോൺസ് പപ്പാസ് എന്ന് പറയും. അത് പക്ഷേ നല്ല ടേസ്റ്റ്, അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഒത്തിരി നല്ല ടേസ്റ്റ്. അതായത് ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ചൊക്കെ ഒരുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ബിരിയാണി, മട്ടൺ, അപ്പം ഇതെല്ലാം ഉണ്ടാവും. അതിൻ്റെ കൂടെയൊക്കെ ഈ ഒരു പ്രോൺസ് കറി വെക്കാമെങ്കിൽ ഒത്തിരി നല്ലതാണ്. ഇതിനകത്ത് എന്നൊക്കെ ചേരുവകളെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് വിഭവങ്ങളൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ നമ്മുടെ വീട്ടിലുള്ള സാധനം. ഇതൊക്കെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മച്ചി ഉണ്ടാക്കി തന്ന ഒരു സാധനമാണ്. ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു കുറേ റെസിപ്പീസ്, അമ്മച്ചിയുടെ ഒരു പഴയ ബുക്ക് കിട്ടി. ആ ബുക്കിനകത്ത് കിട്ടിയ കുറേ കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ എൻ്റെ പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പ്രോൺസ് പപ്പാസാണ്. മപ്പാസ് മാത്രമല്ല, പപ്പാസ് എന്ന് പറഞ്ഞിട്ടൊരു കറിയും കൂടെ ഉണ്ട്. ഇതെൻ്റെ അമ്മച്ചി വെക്കുന്ന ട്രഡീഷണൽ കറിയാണ്. എല്ലാവരും ഇതുപോലെ തന്നെ വെക്കണം എന്നില്ല, പക്ഷേ വ്യത്യാസം ഉണ്ടാവും. ഇവിടെ ഞാൻ പഠിച്ച രീതി പറഞ്ഞുതരാം. ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് കൊഞ്ചാണ്. ഇത് 1 കിലോ മേടിച്ചാൽ നമുക്ക് പറഞ്ഞ പോലെ 1/2 കിലോ കിട്ടും എന്ന് പറഞ്ഞ പോലെ ഇതിപ്പോൾ 1 കിലോ കൊഞ്ചാണ് മേടിച്ചേക്കുന്നത്. ഈ കൊഞ്ചിന് നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ ഒരു എന്താ പറയുക, നരമ്പ്, അതിൻ്റെ വെയിൻ എടുക്കും. അത് ഒരു വശത്ത് മാത്രമല്ല 2 വശത്തും ഉണ്ട്. അപ്പോൾ 2 മാറ്റിയാലേ ഈ പറഞ്ഞ പോലെ അലർജിയോ അല്ലെങ്കിൽ ദഹനക്കേടോ എന്തെങ്കിലും വരികയാണെങ്കിൽ വരാതെ ഇരിക്കാൻ നമുക്ക് സൂക്ഷിക്കാൻ ഏറ്റവും നല്ലത് അതാണ്. അപ്പോൾ ക്ലീൻ ചെയ്യുമ്പം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇതിന് വേണ്ടിയ പൊടികളാണ് കുറച്ച് മല്ലിപ്പൊടി എത്ര വേണ്ടെന്ന് വെച്ചാൽ, ഒരു ഡെസേർട്ട് സ്പൂണാണ് 1 കിലോ കൊഞ്ചിന്, അല്ല 1/2 കിലോ കൊഞ്ചിന് ഒരു ഡെസേർട്ട് സ്പൂണാണ്. 1 കിലോ ആണെങ്കിൽ 2 ഡെസേർട്ട് സ്പൂൺ എടുക്കുക. പിന്നെ മുളക് പൊടി ഈ പറഞ്ഞ പോലെ ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ. 1 കിലോയ്ക്കാണെങ്കിൽ 2 ടീസ്പൂൺ കണക്കെടുത്തോളൂ. പിന്നെ വേണ്ടിയത് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ വെച്ചോ. കുരുമുളക് പൊടി ഒരു ടീസ്പൂണോളം എരിവ് കണക്കാക്കി 1/4 to 1 ആ ഒരു ടീസ്പൂൺ കണക്ക് വെച്ചാൽ മതിയേ. പിന്നെ വേണ്ടിയത് കുറച്ച് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഈ പറഞ്ഞ പോലെ മാക്സിമം പോയാൽ ഒരു 6 എണ്ണം, അത്രയും മതി. ഇതിപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. പിന്നെ വേണ്ടിയത് കുറച്ച് കടുക്, ഉലുവ, കുറച്ച് സവാള എന്ന് പറയുമ്പോൾ ഒരു വലിയ 2 സവാള അരിഞ്ഞേക്കുക. കുറച്ച് ഇഞ്ചി നീളത്തിലരിഞ്ഞത്, ഒരു 10-12 വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചേക്കുക. എത്രയും കൊഞ്ചിന് പച്ചമുളകിൻ്റെ എരിവ് നോക്കിക്കൊള്ളുക, അതനുസരിച്ച് ചേർത്താൽ മതി. പക്ഷേ കുരുമുളകും ഉണ്ട്, മുളക് പൊടിയുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് പച്ചമുളക്, അങ്ങനെ കുരുമുളകിനും മുളക് പൊടിക്കും എരിവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ 2 പച്ചമുളകും കീറിയിട്ടേച്ചാൽ മതി. പിന്നെ വേണ്ടിയത് കുറച്ച് കുടംപുളിയാണ്. പിന്നെ വേണ്ടിയത് ഇത് 1-ാം പാല്. പിന്നെ ഉള്ളത് 2-ാം തേങ്ങാപ്പാലാണ്. ഇതിലാണ് കൊഞ്ച് വേവാനുള്ളത്. എന്നിട്ട് വെന്ത് ഒരു എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് 1-ാം പാല് ചേർക്കണം. അപ്പോൾ ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഈ പൊടിയൊക്കെ ഒന്ന് അരച്ചെടുക്കണം. പൊടിയുടെ അളവ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർട്ടിങ് നമുക്ക് മഞ്ഞൾപ്പൊടി വെച്ച് തന്നെ തുടങ്ങാം. ഇതൊരു ടീസ്പൂണാണ്. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടു. മുളക് പൊടി ഒരു 2 ടീസ്പൂൺ. പിന്നെ മല്ലിപ്പൊടി 2 ഡെസേർട്ട് സ്പൂൺ. ഇതൊരു ടീസ്പൂണിനൊരു ഇച്ചിരി കൂടെ വലുതെന്നേ ഉള്ളൂ. പക്ഷേ ഡെസേർട്ട് സ്പൂൺ ആക്കി എടുക്കാനൊക്കത്തില്ല. അതുകൊണ്ട്
ഒരു ഇച്ചിരിയും കൂടി ഇടുക. അത് കഴിഞ്ഞേച്ച് ഒരു ഞാൻ പറഞ്ഞില്ലേ 1/4 ആ ഒരു 1/4 to 1 അതായിട്ട് നമുക്ക് ഈ കുരുമുളക് പൊടി ചേർക്കാം. ഒരെണ്ണം ഫുള്ളായിട്ടും വേണ്ട, എന്നാൽ 1/4 വേണം താനും. പിന്നെ ഒരു 5-6 ചെറിയ ഉള്ളി. ഇതൊരു ഇച്ചിരി പേസ്റ്റ് രൂപത്തിന് അരച്ചെടുക്കണം. ഓക്കെ, നല്ല പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടുണ്ട്. അടുപ്പ് കത്തിക്കാൻ പോവാം. ഓക്കെ, ഇനി എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണ, അതല്ല നമ്മുടെ റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ എന്നാ പറയുക, അമ്മച്ചിമാരൊക്കെ പറഞ്ഞു തന്നത് അവരുപയോഗിച്ചത് വെളിച്ചെണ്ണ, അതുകൊണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണ. ഇന്ന് കംപ്ലീറ്റ് അമ്മച്ചി പറഞ്ഞു തന്ന ആ പഴയ ബുക്കിൽ നിന്ന് കിട്ടിയ റെസിപ്പി തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വെളിച്ചെണ്ണ. ഓക്കെ, എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു സ്ഥിരം നമ്മുടെ സ്റ്റാർട്ടിങ് കടുക്, ഉലുവ ഒത്തിരി ഇടണ്ട, ഒരു 2-3 ഇട്ടാൽ മതി, ചിലപ്പോൾ കഴിക്കും. ഓക്കെ, കടുക് ഒന്ന് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി സവാള ചേർക്കാം. സവാള ചേർക്കേണ്ട, ചെറുള്ളി ആ ഫസ്റ്റ് പ്രിഫറൻസ്. ചെറിയുള്ളി ഇട്ടുമ്പോഴാണ് ടേസ്റ്റ് കൂടുതലെന്ന് പറയാം, അല്ലെ 50-50 ഇടുക. ഇത് ചെറിയുള്ളി ഒത്തില്ല എന്നുണ്ടെങ്കിൽ സവാള ഇട്ടാലും മതി. നമുക്കൊക്കെ എളുപ്പം, എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ എളുപ്പം സവാളയാണ്. അന്നേരം പിന്നെ ഞാൻ സവാള ഇട്ടുന്നേ ഉള്ളൂ. പക്ഷേ ചെറിയുള്ളി ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇടാം, അല്ലെന്നുണ്ടെങ്കിൽ സവാള. ഓക്കെ, കടുക് പൊട്ടി. ഇനി ഞാൻ ഉള്ളി ഇടാൻ പോവാ. അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണോളം ഇഞ്ചി. ഇതൊക്കെ 1 ടീസ്പൂൺ കണക്ക് ഞാൻ പറയുന്നത് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊന്നും കണക്ക് പറയാൻ അറിയാൻ മേല. അതുകൊണ്ട് എൻ്റെ കൈവാക്കനുസരിച്ചും ഞാൻ എടുക്കുന്നതും നോക്കിയിട്ട് ഞാൻ പറയാം, നിറച്ചൊരു ടീസ്പൂൺ. പിന്നെ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 10-12 എണ്ണം അരിഞ്ഞ് അങ്ങ് ഇട്ടാൽ മതി. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു നല്ല വൃത്തിയായിട്ട് നല്ല പച്ചമണം മാറി കിട്ടണം. അതായത് വറുത്തങ്ങ് ബിരിയാണി പോലെ ആവുകയല്ല ചെയ്യുന്നത്. നമ്മൾ ഇട്ടിരിക്കുന്ന എത്ര സവാളയാണെന്നോ ആ സവാളയുടെ നേരെ പകുതിയായിട്ട് ചുരുങ്ങണം. അതാണ് അതിൻ്റെ കണക്ക്. ഞാനിപ്പോൾ ഒരു ഇച്ചിരി ഉപ്പ് ഇതിനകത്ത് ഇടുക. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇഞ്ചി, വെളുത്തുള്ളി, സവാള, വെളിച്ചെണ്ണ. അതിൻ്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷനാണ് കറിവേപ്പില. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 2 പച്ചമുളക്, ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, 2 പച്ചമുളക് നടുവേ കീറിയത്, അതുകൂടി ഇടാവേ. നമ്മുടെ ഉള്ളി നമ്മൾ ഇട്ട എത്രയാണോ അതിൻ്റെ നേർ പകുതി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പില്ലേ ഇതിനകത്തോട്ട് ചേർക്കണം. ചേർക്കുമ്പോൾ തീ ഒന്ന് നല്ലതായിട്ട് കുറച്ചോളൂ, കുറച്ച് വെച്ച് നമുക്ക് ചേർക്കാം. ഈ അരപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്നാ പറയുന്ന പൊടി ഇതെല്ലാം ഒന്ന് മൂപ്പിക്കാത്തതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യണം, ഈ എണ്ണയൊന്ന് തെളിയുന്നിടം വരെ അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ആ മിക്സിൻ്റെ അരപ്പും ഒന്ന് കഴുകി ഇതിനകത്തോട്ട് ഒഴിച്ച് അങ്ങനെ. അത് പെട്ടെന്ന് വലിയ താമസമൊന്നുമില്ല, പക്ഷേ മൂക്കാതിരുന്നാലുണ്ടല്ലോ ആ
ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ആ കുടംപുളിയും കൂടെ ചേർക്കാം. അതിൻ്റെ വെള്ളവും ഞാനൊരു എന്താ പറയുക ഒരു കഷ്ണം, ഒരു 2-3 കഷ്ണം ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ കൊഞ്ചിനകത്ത് ഒത്തിരി പുളി പിടിക്കുകയില്ല. പക്ഷെ എന്നാലും 2 കഷ്ണത്തിൽ കൂടുതൽ ഇടാൻ പേടിയുണ്ട്, എങ്ങാനും പുളി കൂടി തന്നെ എടുക്കും. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, ഒരു കഷ്ണം ഒന്ന് കീറിയിട്ടേക്കാം. ഓക്കെ, ആ വെള്ളം അങ്ങ് ഒഴിച്ചേക്കാം, മതി. ഇപ്പം ആ മഞ്ഞപ്പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും ഒക്കെ ആ പച്ച ചുവ നല്ലോണം അറിയുന്നുണ്ട്. അതൊന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണ ഒന്ന് തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊഞ്ചിടാവേ. ഓക്കെ, ഇപ്പം നമ്മൾ ചേർത്ത വെള്ളം, ആ വെള്ളത്തിനകത്ത് തന്നെ പൊടി അങ്ങ് വെന്തോളും. ഇനിയിപ്പോൾ അതല്ല, നമുക്ക് ഈ പൊടിയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് മൂപ്പിച്ചേച്ച് അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഏറ്റവും കൂടുതൽ എളുപ്പ വഴി നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ ചെയ്താലാണ് ഏറ്റവും നല്ലത്. കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തായാലും നമ്മളിതെല്ലാം വഴട്ടും പിടിക്കും ഒക്കെ വേണം. അരയ്ക്കുന്ന എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ചെറിയ ഉള്ളിയും കൂടെ അതിനകത്ത് അരയ്ക്കാനുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ പൊടി ഡയറക്റ്റായിട്ട് ഇതിനകത്ത് ഇട്ടാൽ മതി. ഇനിയിപ്പോൾ കുരുമുളക് തന്നെ അരയ്ക്കുവാണ്, ഇപ്പം ഞാൻ പൊടിയല്ലേ ഇട്ടെ, അതല്ല കുരുമുളക് തന്നെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഏതാ നമ്മുടെ വീട്ടിൽ കുരുമുളകായിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, അതല്ല ഈ പറഞ്ഞ പോലെ പൊടിയായിട്ടാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഇതൊക്കെ നമ്മുടെ സൗകര്യം കേട്ടോ. ഇനിയിപ്പോൾ ദേ കണ്ടോ, ഞാൻ പറഞ്ഞ പോലെ തന്നെ എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആ കൊഞ്ചൊന്ന് ചേർക്കാം. അപ്പോൾ നമുക്ക് ഈ കൊഞ്ച് നമുക്കിതിനകത്തോട്ട് ഇനി നിങ്ങൾക്ക് അഥവാ ഉപ്പ് എരിവ് ഇച്ചിരി കുറവാന്ന് തോന്നുകയാണ്, മസാല കുറച്ച് കുറവാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചൊന്ന് മൂപ്പിച്ചേച്ചേ ഇടാവുള്ളൂ. അതിനകത്ത് ഈ പറഞ്ഞ പോലെ ചെറിയ ഉള്ളി അരയ്ക്കണം എന്നില്ല. അതല്ലാതെ പൊടി ഒന്ന് മൂപ്പിച്ചേച്ച് എണ്ണയിൽ മൂപ്പിച്ചാൽ അത്രയും നല്ലത്. മൂപ്പിച്ചേച്ച് ഇതിനകത്തോട്ട് ചേർത്താൽ നമ്മുടെ ആ മസാല ഒന്ന് ബാലൻസ് ചെയ്യാൻ നോക്കും. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് 2ാം പാൽ ഒഴിച്ചേച്ച് ഇതൊന്ന് വേഗം വെക്കണം. ആ അരപ്പ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ആ കൊഞ്ചയിലൊന്ന് പുരട്ടിയെടുക്കണം. ഇനി കൊഞ്ചിയിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഊറും. അത് പോയിട്ട് തേങ്ങാപ്പാലിനകത്തും കൂടെ കിടന്ന് വേവുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ ഞാനൊരു ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇടുക. നാടൻ വിഭവങ്ങൾ വെക്കുമ്പോൾ എപ്പോഴും കറിവേപ്പിലയുടെ ഒരു സ്വാദും മണവും ഗുണവും എല്ലാം എപ്പോഴും നല്ലതാണ്. അരപ്പ് മൂക്കാനോ അങ്ങനെ ഒന്നുമില്ല. ഈ കൊഞ്ചൊന്ന് തിളച്ച് വന്നാൽ മതി. തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് 2ാം പാൽ ഒഴിക്കാവേ. പ്രത്യേക ശ്രദ്ധ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരപ്പ് മൂപ്പിക്കുമ്പോൾ എണ്ണ തെളിയണം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ആ മല്ലിയുടെ ഒരു കുത്തൽ മുന്നേ നിൽക്കും. വേണ്ട, നമ്മുടെ കൊഞ്ച് തിളച്ച് കഴിഞ്ഞു. ഇനി ഇതിനകത്തോട്ട് ഞാൻ 2ാം പാൽ ഒഴിച്ചേച്ച് ഒന്ന് വേവാൻ വെക്കാം. ഉള്ളി വഴറ്റിയപ്പോഴത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ഉപ്പ് ചേർത്തായിരുന്നു. പിന്നെ അഭിദത്ത വന്ന് പറഞ്ഞപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു, ചില കൊഞ്ചിലൊക്കെ ബേസിക്കലി ഉപ്പുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഷെൽ ഫിഷസ്. അപ്പോൾ അതും കൂടെ ശ്രദ്ധിച്ച് നമുക്ക് ഈ കൊഞ്ചു ഒന്ന് വെന്തതിന് ശേഷം മാത്രം ഉപ്പ് നോക്കിയാൽ മതി. ഫസ്റ്റ് ഇട്ട ഉപ്പ് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതൊന്ന് വേവണമല്ലോ. ഇത് വെന്ത് ആ തേങ്ങാപ്പാലിൻ്റെ എണ്ണയും നമ്മൾ ഒഴിച്ച എണ്ണയും ഒന്ന് തെളിഞ്ഞു വരുന്നിടം വരെ അതിൻ്റെ ഒരു കണക്ക്. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ 2ാം പാൽ ഒഴിച്ച് കൊഞ്ച് വെന്തു. ആക്ച്വലി ഇത്രയും വെന്താൽ മതി. ഓക്കെ, ഇനി എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ തലപ്പാൽ ഒഴിക്കാനുണ്ട്. അപ്പം നമ്മുടെ എണ്ണ തെളിഞ്ഞു വരുന്നുണ്ടോ. ഇനിയിപ്പോൾ ഇതിനകത്ത് ചാറ് വേണം അല്ലേ, അതും കൂടെ നോക്കുവാണെങ്കിൽ നമ്മൾ തലപ്പാൽ ഒഴിച്ചേ ഒക്കത്തുള്ളൂ. അപ്പോൾ തലപ്പാലും കൂടെ ഒഴിച്ച് കുറച്ച് തിളച്ചാൽ ഉടനെ വാങ്ങണമെന്നാണ് പറയുന്നത്. പക്ഷേ അമ്മച്ചി പറയുന്നത് എന്നാന്ന് വെച്ചാൽ തലപ്പാൽ ഒഴിച്ച് വെച്ചാൽ അമ്മച്ചിയൊക്കെ അടുപ്പയിലാണ് വെക്കുന്നത്. അന്നേരം ഇതിനെ എടുത്ത് മറ്റേ ചെറിയ അടുപ്പിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ബാക്കി കറികളൊക്കെ വെക്കുന്ന സമയം കൊണ്ട് ഇതൊരു അതിൻ്റെ പരുവത്തിന് പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാനൊക്കാത്തതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ തലപ്പാൽ ഒഴിച്ച് വെച്ച് എണ്ണ തെളിയുന്നിടം വരെ ഒരു ചെറിയ ഫ്ലെയിമിൽ ഇട്ട് വെച്ചേക്കാം. ഈ സമയത്ത് അതായത് നമ്മുടെ കൊഞ്ചിട്ടിട്ടൊന്ന് തിളച്ചു വന്ന സമയത്ത് അതിൻ്റെ എരിവ് ഇതെല്ലാം നോക്കിക്കോണം, പുളി നോക്കിക്കോണം. ആ ചേർക്കേണ്ട ഏറ്റക്കുറച്ചിൽ ആ സമയത്ത് വേണം ചേർക്കാനുള്ളത്. ഓക്കെ, നിറച്ച് കറിവേപ്പില ഇട്ടു. ഇനി എന്നാന്ന് വെച്ചാൽ
കഴിക്കുന്ന പാട് നമ്മൾ ചെറിയ അടുപ്പയിലോട്ട് മാറ്റണം. അത് പറ്റാത്തതുകൊണ്ട് ഞാൻ ചെറിയ ഫ്ലെയിമേ വെച്ചേച്ച് കുറച്ച് നേരവും കൂടെ കൊഞ്ചിനൊരു എന്നാ പറയുക അരപ്പ് എല്ലാം ഒന്ന് പിടിക്കാനും ആ ഒന്നാം പാലൊന്ന് വേവാനായിട്ടുള്ള സമയം കൊടുക്കാം. ഇന്ന് ഇത്രയും സ്പെഷ്യലായിട്ട് ഈ ഒരു കറി വെക്കാൻ കാര്യം നമ്മുടെ ആനീസ് കിച്ചണിൽ ഇന്ന് ന്യൂ ഇയർ ആയിക്കൊണ്ട് ഇന്ന് വരാൻ പോകുന്ന ഗസ്റ്റ് ആരാന്നറിയോ? വേറെ ആരുമല്ല, നമുക്ക് എല്ലാവർക്കും എല്ലാ മലയാളികൾക്കും ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടായ സലീം കുമാർ ചേട്ടനാണ് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ന്യൂ ഇയറിൽ അദ്ദേഹം ആനീസ് കിച്ചണിൽ വരിക എന്ന് പറയുന്നത് എല്ലാ ഗസ്റ്റും വരുന്നുണ്ട് ഇല്ലെന്നല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരുപാട് എന്താ പറയുക കാര്യങ്ങൾ നമ്മൾ മലയാളികൾ അറിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആനീസ് കിച്ചണിൽ എൻ്റെ ആനീസ് കിച്ചണിൽ വരാൻ പറ്റിയത് എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കാണുക. എന്തായാലും ഒരുപാട് വിശേഷങ്ങളുണ്ട് അദ്ദേഹമായിട്ട് പങ്കുവയ്ക്കാൻ. സലീം ചേട്ടാ. ഓ നമസ്കാരം. നമസ്തേ. അതെ, ആദ്യം ഹാപ്പി ന്യൂ ഇയർ. ഓ സെയിം ടു യു. അതെ, ഈ വർഷം പുതിയ വർഷം എങ്ങനെയുണ്ട്? പുതിയ വർഷം നല്ലൊരു വർഷമാണ്. വിശേഷം ഞാൻ 39ാമത് വാർഷികം ആഘോഷിക്കുകയാണ്. അടിച്ചു പൊളിക്കാറുണ്ടല്ലോ, ഒരു കേക്കൊക്കെ മേടിക്കാറുണ്ട്. 39ാമത്തെ വാർഷികമാണ് എൻ്റെ. ഈ ഓരോ വർഷവും ഞാൻ പുകവലി നിർത്തുമെന്ന്. പുതിയ റെസൊല്യൂഷൻസ്, ഓരോ തീരുമാനം. ഓക്കെ, എന്നിട്ട് ആ പുതുവർഷത്തിൽ നിർത്തും, പിന്നെ തുടങ്ങും. 40 വർഷത്തിൽ നിർത്തും, പിന്നെ 41ാമത്തെ വർഷം പിന്നെയും തുടങ്ങും. എന്റെ ചേട്ടാ ഇങ്ങനെ പറയരുത്. കാര്യം എന്നാന്നോ, ഞാൻ ഈ ഷോ തുടങ്ങിയപ്പോഴത്തേക്കേ നാട്ടുകാരോട് പറഞ്ഞതെന്നറിയോ, എല്ലാ വർഷവും നമ്മളെല്ലാവരും എടുക്കുന്ന ഓരോ തീരുമാനങ്ങളുണ്ട്. ഈ വർഷം ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ഈ വർഷം ഞാൻ ശരിക്കും നിർത്തും വാക്കാണ്. ഇത് ആനീസ് കിച്ചണിൽ ഇരുന്ന് പറയുന്ന വാക്കാ. ഇത് കേൾക്കുന്നത് മുഴുവൻ കുടുംബ പ്രേക്ഷകരാണ്. സലീം ചേട്ടാ വാക്ക് മാറ്റാൻ. അപ്പൊ അടുത്ത വർഷം ഇവിടെ വരുമ്പോ ഞങ്ങൾ നോക്കും, സലീം ചേട്ടാ പറയരുത്, നേരത്തെ പറഞ്ഞ വാക്കുകൾ നോ റിപ്പീറ്റ്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ എങ്ങനെയായിരുന്നു ചേട്ടാ അതിന്റെ ആ ഓരോ ജേർണി? അതായത് ഈ നമ്മുടെ വർക്ക് കൊണ്ടാണോ, എങ്ങനെയായിരുന്നു ചേട്ടൻ ആ ഒരു തീരുമാനം? കഴിഞ്ഞ വർഷം ഒന്നും വലിയ കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. നമുക്ക് ജീവിതത്തിൽ യാതൊരു മുട്ടുമില്ല, നമുക്ക് പണിയുണ്ട്, അതൊക്കെയാണല്ലോ ഏറ്റവും വലിയ സംഭവങ്ങൾ. തീർച്ചയായിട്ടും കുടുംബം നന്നായിട്ട് പോകുന്നു, അതാണ് ഏറ്റവും വലുത്. സത്യം, അതാണ് ഏറ്റവും വലുത്. കുടുംബം നന്നായിട്ട് പോകുന്നുണ്ട്, അവരുടെ മനസ്സമാധാനം, സന്തോഷം, ഇതൊക്കെയാണ് നമ്മുടെ നിറവ് അല്ലേ? പക്ഷെ ചേട്ടാ പറയുന്നില്ല ഇതുവരെ മോൻ സിനിമയിലേക്ക് വന്ന വിശേഷം പറയണം. അല്ല, മോൻ സിനിമയിലേക്ക് വന്നത് എന്താ പറഞ്ഞ, ഞാൻ അവനെ സിനിമയിലേക്ക് വരാൻ പഠിപ്പിച്ച ഒരാളല്ല. എല്ലാ അപ്പന്മാരും ഇങ്ങനെ തന്നെയാ പറയുന്നത്, ഞങ്ങളും. അത് ഞാൻ അവൻ MA LLB എടുത്താണ് അവൻ. അപ്പൊ ഏതായാലും സിനിമയിൽ വിടാൻ വേണ്ടിയല്ലോ, അല്ല. അപ്പോ ഒരു സുപ്രഭാതത്തിൽ കേൾക്കുന്നു അത് സിനിമയിൽ അഭിനയിക്കണം, മഞ്ഞുമ്മൽ ബോയ്സില്. അതല്ല, അപ്പൊ ചേട്ടനോട് വന്ന് പറഞ്ഞോ ഏത് അഭിനയിക്കണം പറയണം? എന്നെ വിളിച്ച് സൗബിൻ ചേട്ടനും ഗണപതിയൊക്കെ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പോകണ്ടെന്ന് പറഞ്ഞിട്ട് അവന് അങ്ങനത്തെ നല്ലൊരു ഭാവി ഉണ്ടെങ്കിൽ അതില് അവരാണ് തീരുമാനിക്കേണ്ട ഭാവിയൊക്കെ. സത്യം, അവരാണ് വഴി നമുക്ക് കാണിച്ചു കൊടുക്കുക. ഞാൻ കാണിച്ചു കൊടുത്ത വഴി അതല്ല എങ്കിൽ പോലും അവന്റെ ഇഷ്ടമുള്ള വഴിയിട്ട് പോയാൽ അത് രക്ഷപ്പെട്ടാൽ മതി നമുക്ക്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ചേട്ടാ അഭിനയിച്ചിട്ട് വന്നപ്പം ചേട്ടൻ എന്ത് അപ്രിസിയേഷൻ ആണ്, എന്താണ് മകനില് ഉള്ള ഒരു പ്രതീക്ഷ, പോയപ്പോ ഉണ്ടായിരുന്ന പ്രതീക്ഷ, അഭിനയിച്ച സിനിമ കണ്ടു കഴിയുമ്പോ ഒരു മാറ്റം? അല്ല, കണ്ടു കഴിയുമ്പോൾ കുഴപ്പമൊന്നും തോന്നി, നന്നായി അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ എന്തുവായിരുന്നു ആഗ്രഹം? MA LLB ഒക്കെ പാസ്സായിട്ട് മോഹമായിരുന്നു, എനിക്കാവാൻ പറ്റിയില്ല. ചേട്ടന് ഇഷ്ടമായിരുന്നു അഡ്വക്കേറ്റ്? ഇഷ്ടമായിരുന്നു എനിക്ക് അഡ്വക്കേറ്റ് ആവണമെന്ന് ഭയങ്കര ഇഷ്ടമുള്ള. അപ്പൊ ചേട്ടൻ എങ്ങനെ ഫിലിമിലേക്ക് വരുന്നത്? അഡ്വക്കേറ്റിന് വേണ്ടി എയിം വെച്ചിട്ട് ഞാൻ എൻട്രൻസ് ചെയ്ത് എനിക്ക് കിട്ടിയില്ല. എൻട്രൻസ് അപ്പൊ ഡിഗ്രി കഴിഞ്ഞിട്ട് LLB കയറാന്ന് വെച്ചു. അപ്പൊ എൻട്രൻസ് ഒന്നും ഇല്ലല്ലോ. പക്ഷെ ഡിഗ്രി തീർന്നേക്കുമ്പോ എനിക്ക് സിനിമയിൽ ചാൻസ് യൂണിവേഴ്സിറ്റി പ്രൈസ് കിട്ടി. അപ്പൊ അങ്ങനെ കലാഭവനിൽ വന്നു, കലാഭവനിൽ നിന്ന് ഏഷ്യാനെറ്റിൽ വന്നു, അങ്ങനെ സിനിമയിൽ എത്തി. അതൊക്കെ അറിയാണ്ട് വന്നാണ് ഞാൻ. ഒരു പ്രതീക്ഷയും സിനിമയോടുള്ള ക്രേസ് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ നമുക്ക്. അപ്പൊ ചേട്ടൻ അന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു സിനിമയിൽ അഭിനയിക്കണം? പക്ഷെ അതിന് വേണ്ടി തെരഞ്ഞു പോയിട്ടില്ല, ആഗ്രഹം ഉണ്ടായിരുന്നു. അതിപ്പോ ഒട്ടും ഒരു 90% ആളുകൾക്കും നമുക്ക് പ്രശസ്തനാവണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അത് ഇപ്പോ പണ്ട് അതേപോലെ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇത് അപ്പൊ എൻ്റെ അമ്മനോട് പറഞ്ഞിട്ടുണ്ട്, മോനെ അതൊന്നും നമുക്ക് പറ്റിയതല്ല,
ആഗ്രഹിക്കാൻ പറ്റിയല്ല ഛെ. എന്ന് പറഞ്ഞിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്. അതൊന്നൊക്കെ ആ പ്രദേശത്ത് നിനക്ക് എത്താൻ പറ്റൂല, ആഗ്രഹം പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല ആഗ്രഹം ആരോടും. പിന്നെ അപ്പൊ ചേട്ടാ, അപ്പൊ മീശമാധവനില് ചേട്ടൻ അഡ്വക്കേറ്റിന്റെ ഒരു റോൾ അല്ലേ ചെയ്തത്? ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ അത് ചെയ്യുമ്പോ ശരിക്കും ഉള്ളിന്റെ ഉള്ളിൽ ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുണ്ട്. സത്യമായിട്ട് അല്ലേ ചേട്ടൻ? അപ്പൊ ഒത്തിരി ഇഷ്ടമായിരുന്നു അല്ലേ കോർട്ടിൽ ഇങ്ങനെ വാദിക്കാനും കേസ് ജയിക്കുന്നതും അല്ലേ? ആ കൊള്ളാലോ ചേട്ടാ. ഏറ്റവും കൂടുതൽ ഇഷ്ടമായിരുന്നു ക്രിമിനൽ ആണോ സിവിൽ ആണോ വാദിക്കാൻ? താല്പര്യമേ ഇല്ല. ഓക്കെ. അപ്പൊ ചേട്ടാ ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ വന്നതിന് ശേഷം പിന്നെ ചേട്ടൻ ആ ഒരു അഡ്വക്കേറ്റിന് വേണ്ടി അങ്ങനെ പ്രയത്നിച്ചതോ? അങ്ങനെ സമയം കിട്ടിയിട്ടില്ലല്ലോ. ചേട്ടന്റെ ലൈഫ് ചെറിയ പ്രായത്തിലൊക്കെ ചേട്ടൻ അമ്മയായിട്ട് ഒരുപാട് അറ്റാച്ച്ഡ് ആയിരുന്നു. അമ്മയായിട്ട് ഈ പറഞ്ഞ പോലെ അമ്മ തന്നെയാണ് ആദ്യം ഉപദേശിച്ചതെന്ന് പറഞ്ഞു, മോനെ നീ സിനിമയിലേക്ക് പോലെ. അമ്മയായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ്, ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. ഇപ്പൊ പലരും പറയാറുണ്ട്, ഈ അച്ഛനില്ലേ അമ്മനെ കുറിച്ച് മാത്രം പറയുള്ളൂ. അച്ഛനെ കുറിച്ച് പറയാനിട്ടല്ല, നമ്മളെ അമ്മ എന്ന് പറഞ്ഞ ആ പദം അതിന് അർത്ഥങ്ങളില്ല. ശരിക്കും പറഞ്ഞു അമ്മയെ വിവരിക്കാൻ പറ്റില്ല, അർത്ഥങ്ങളില്ല, പര്യായമില്ല, ഒന്നുമില്ല. അമ്മ എന്നുള്ളൊരു എന്താ പറയാ, നമ്മളെ ആ ഒരു മാറോട് ചേർത്ത് നമ്മളെ ഒരു സമാധാനിപ്പിക്കുന്നതും അതിനൊരു പ്രത്യേക രീതി എന്ന് പറഞ്ഞ ചേട്ടൻ പറഞ്ഞാൽ അച്ഛന് അതില്ല. സ്നേഹം, അച്ഛനോട് സ്നേഹമുണ്ട് സത്യം. പക്ഷെ ഞാൻ ഒരു ദിവസം എന്റെ അമ്മ മരിച്ചുപോയിട്ട് 2000 മരിച്ചു, അമ്മ 26 വർഷമാകാൻ പോകുന്നു. അതിൽ ഒരു ദിവസം പോലും, ഒരു ദിവസം ഒരു 10 പ്രാവശ്യം പോലും ഞാൻ എന്റെ ഭാര്യനോട് ഇന്നലെ രാത്രി പറഞ്ഞോളൂ, ഞാൻ അമ്മയൊരു 10 പ്രാവശ്യങ്ങളും ഓർക്കാറുണ്ട്. പക്ഷെ അച്ഛനെ ഞാൻ വല്ലപ്പോഴും ഓർക്കാറുള്ളൂ. സത്യം. അത് സ്നേഹമില്ലാണ്ടല്ല, അത് അതെനിക്കൊന്ന് എല്ലാ മനുഷ്യരുടെ ഉള്ളിലുള്ളതാണെന്ന് തോന്നുന്നു അല്ലെ? അമ്മ എന്ന് എഴുതി കാണിച്ച ഒരു പക്ഷേ എനിക്ക് സങ്കടം വരും. സത്യം. അമ്മയെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ എനിക്കും. അതെ, ഞാൻ അതിന്റെ പേരിൽ ഞാനൊരു അനുഭവ കഥകൾ എഴുതി. അമ്മയെ കുറിച്ചൊന്നുമില്ല, അത് 2 വാക്കേ ഉള്ളൂ. കാരണം എനിക്ക് എഴുതാൻ പറ്റില്ല. കണ്ണു നന്നിട്ട് നമ്മുടെ ജീവിത അനുഭവങ്ങളും അമ്മ നമ്മളൂടെ ഉള്ള എന്നെ ഒരുപാട്, എന്നെ ഇപ്പൊ ഇവിടെ വരെ എത്തിക്കാനായിട്ട് ഒരു പാവപ്പെട്ട സ്ത്രീ ഈ കാണിച്ച യുദ്ധങ്ങള് അസാധ്യമായിരുന്നു. ഒരുപക്ഷെ അച്ഛൻ മരിക്കണ സ്ഥാനത്ത് അമ്മയാണ് മരിക്കണമെങ്കിൽ ഞാൻ ഇല്ല. ഇതിപ്പോ ആനി കാണുന്ന അല്ലെങ്കിൽ ഇവര് കാണുന്ന സലിംകുമാർ ഇല്ല ശരിക്കും. ഈ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ചേട്ടനോട് ചോദിക്കണമെന്ന് വിചാരിച്ചു നിന്നാണ്, പറയാതിരിക്കാൻ പറ്റില്ല, ഞാൻ ചോദിക്കും. മൃദാന്തമായി അമ്മയെക്കുറിച്ച് പറഞ്ഞ ആ വാക്കുകളുടെ മുമ്പിൽ എൻ്റെ പൊന്നു ചേട്ടാ ഞാൻ നമസ്കരിക്കുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ചേട്ടൻ പറഞ്ഞ ഓരോ വാക്കുകളും നെഞ്ചിൽ കൊള്ളാത്ത ഒരു മലയാളിയില്ല. കാര്യം അമ്മയെക്കുറിച്ച് ആ വാക്കുകൾ പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ശരിക്കും അമ്മ ചേട്ടൻ പറഞ്ഞില്ലേ മൃദാന്തമായി അമ്മ കൈ പിടിച്ചാണ് ചേട്ടന്, അത് ശരിക്കും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. സത്യം. ആ ഒരു അമ്മയായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് എങ്ങനെ? അമ്മയായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള മനുഷ്യനാണ്. എനിക്കൊരു വലിയ സർജറി ഉണ്ടായിരുന്നു. അപ്പൊ ഈ സർജറി സമയത്ത് എന്നോട് അമൃത ഹോസ്പിറ്റലായിരുന്നു. അപ്പൊ എന്നോട് ഷൈൻ ഡോക്ടർ എന്ന് പറഞ്ഞ ഡോക്ടർ ഉണ്ടാവും, തന്നെ അമ്മനെ ഒന്ന് കാണും. അപ്പൊ പുള്ളി വിചാരിച്ച് പൈസ കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി എന്നോട് ഇത് പറഞ്ഞത്. അപ്പൊ അത് വേണ്ട, എനിക്ക് താല്പര്യമില്ല, നമുക്ക് ചെയ്യാം എങ്ങനെയെങ്കിലും ചോദിച്ച്, അയ്യോ അതൊന്നും വേണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അല്ല പൈസ എടുത്ത് ഒന്ന് പോവും എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഈ 2 പിള്ളേരും വൈഫും അല്ലാതെ വേറെ ആരുമില്ലേ, വേറെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഞാൻ എന്റെ കച്ചവടം കൂട്ടിയല്ലോ, ഒരു മനുഷ്യനുണ്ട് ഇല്ല, ഒരാളില്ല നമ്മളെ ഹെൽപ്പ് ചെയ്യാനാ, അങ്ങനെ ഒരാളില്ലല്ലോ. അപ്പൊ ഇങ്ങനെ നിന്ന് അപ്പൊ എന്നോട് വൈഫ് പറഞ്ഞ് പോവാന്ന് പറഞ്ഞു. അവിടെ ഏതായാലും പോയി കണ്ടേക്കാൻ നോക്കും. അവിടെ ചെന്നു. അപ്പൊ ഞാൻ ഭയങ്കര ഇതിലാണ് ചെന്നേക്കണേ, ഞാൻ ഒരിക്കലും ചോദിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ചെന്നേക്കണേ. നമുക്ക് അതൊന്നും വേണ്ട, കണ്ടിട്ട് പോരാ. അമ്മയെ കണ്ടു. കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു എന്താണ് വന്നതെന്ന് ചോദിച്ചു, ഇതിൽ പറയാനുണ്ടാ? അപ്പൊ ഞാൻ പറഞ്ഞു പറയാനുണ്ട്. അന്നാണ്ടാ. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു എനിക്കിപ്പോ 45 വയസ്സായി, അമൃതയൊക്കെ എടുക്കണ രജിസ്റ്ററിലേക്ക് എടുക്കണത് 56 വയസ്സാണ്, അതൊന്നും മാറ്റി തന്നെ ഒന്ന് പറഞ്ഞു. വേറെ ഒന്നും സംസാരിച്ചില്ല. അങ്ങനെ രണ്ടു പറഞ്ഞു പോയിക്കോ, ആശുപത്രി ചെന്ന് അഡ്മിറ്റ് ചെയ്ത്, വേറെ ഒന്നിനെ കുറിച്ചൊന്നും ഞാനുണ്ട് എന്ന് ആ സമയത്ത് പറയാൻ എനിക്ക് ഒരേ ഒരാളുള്ളൂ. അതെ, അതല്ലേ. ഞാൻ ഒരു ദൈവവിശ്വാസമല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അമ്മയിൽ വിശ്വാസമുണ്ട്. കാരണം ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയില് UN
ഒരു മലയാളി കയറി മലയാളത്തിൽ പ്രസംഗിക്കാന്ന് വെച്ചാ സത്യം ചില്ലറ കാര്യമല്ല. അല്ല, അത് വലിയൊരു കാര്യം തന്നെ. അതെ, അപ്പൊ ഈ ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരമ്മയാണ്. സത്യം, അത് നമ്മ മലയാളികൾ എതിർത്തിട്ട് എന്താ കാര്യമുള്ളത്? സത്യം. അതിൽ അമ്മ ഒരിക്കലും അവകാശപ്പെടുന്നില്ലല്ലോ. ഒരു സാത്ത് സ്ത്രീനെ പോലെ എനിക്ക് ഇതായിരുന്നു. അമ്മ ഒരിക്കലും ഒരിടത്തും ഒന്നും അവകാശപ്പെടുന്നില്ല, ഒന്നും പറയുന്നില്ല. ശരിയാണ്. ഞാൻ ചെന്ന് കഴിഞ്ഞാ അപ്പൊ IAS കാരൊക്കെ ലൈനായിട്ട് കേൾക്കുള്ളൂ. അപ്പൊ ഞാൻ ചെന്ന് ആ റൂമിൽ ചെല്ലാനുള്ളതുണ്ട് എനിക്ക്. അപ്പൊ ചെന്ന് എന്നോട് പറഞ്ഞു, അപ്പൊ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു. അവിടെ ഇരിക്കും. അല്ല, ആൾക്കാർ അവരൊക്കെ ഇരുന്നോളൂ, കുറച്ച് വർത്താനം പറയാന്ന് പറഞ്ഞു. അതല്ലേ ഒരു അമ്മ. അതെ അതെ അല്ലെ, നമുക്ക് ഒരു എന്താ പറയാ, നമുക്കൊരു സാന്ത്വനം, ആ മാതൃത്വം. നമുക്ക് ആരും ഇല്ലെങ്കിലും നമ്മുടെ കൂടെ അമ്മ ഉണ്ടെന്നുള്ള ഒരു ധൈര്യം നമുക്ക് തരിക എന്ന് പറയുന്നത് സത്യം. ആ വാക്കുകൾ ചേട്ടാ ഭീകരമായിട്ട് എല്ലാ മലയാളികളുടെ മനസ്സിലും അങ്ങ് കൊണ്ടു ചേട്ടൻ അത് പറഞ്ഞത്. അപ്പോഴാ ഞാൻ ആലോചിച്ച അമ്മയുടെ മഹത്വവും എല്ലാരും അറിയണം. നെഗറ്റീവ് പറയുന്ന ആൾക്കാർക്ക് പോലും അറിയണം. അമ്മ ഒരിക്കലും അവകാശപ്പെടുന്നില്ല ഞാൻ ഈശ്വരനാണെന്ന് ഒന്നുമില്ല, ഒരിടത്തും ഞാൻ പറയുന്നത്. സത്യ ചേട്ടാ, സത്യം. ചേട്ടന് ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് ഉള്ള ഒരു വ്യക്തിയാണ് ഇല്ലേ? എന്നാലും ചേട്ടൻ ഭയങ്കരമായിട്ട് സോഷ്യലാണ്, എല്ലാവരും ഫ്രണ്ട്ഷിപ്പാണ് ഇല്ലേ? കുറച്ച് പേരെ കാണും. പക്ഷെ സലീം ചേട്ടനെ പറ്റി നാട്ടുകാർക്ക് അങ്ങനെയില്ല. ചേട്ടൻ എല്ലായിടത്തും എല്ലാരോടും ഭയങ്കര നല്ലതായിട്ടാണ് സംസാരിക്കാറും പെരുമാറാറുള്ളത്. അങ്ങനെ തന്നെയാണ്. അപ്പൊ ഞങ്ങളൊക്കെ വിചാരം തരാം ചേട്ടന് നല്ലൊരു ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ട് എന്നുള്ളത് കുറവാ. പക്ഷെ ആത്മാർത്ഥ സുഹൃത്തുക്കളുള്ള പെണ്ണുങ്ങളാണ് കൂടുതൽ. ഒരു കുഴപ്പമില്ല ചേട്ടാ. പക്ഷെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലും നമുക്ക് ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സും നമ്മുടെ ഫാമിലിയാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട്. പക്ഷെ ചേട്ടൻ പറഞ്ഞു, ചേട്ടനെ ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ചേട്ടൻ ആരും ഇല്ലായിരുന്നു ഒരവസ്ഥയിലെന്ന് ചേട്ടൻ പറഞ്ഞു. അത് ശരിക്കും നമുക്ക് ഒരുപാട് ഫീൽ ചെയ്യില്ലേ ചേട്ടാ? ആ ഒരു ഭയങ്കരമാണ് ജീവിതത്തിന്റെ ഒരു തുരുത്തിൽ ഒറ്റപ്പെടാന്ന് വെച്ചാല്. അത് ഭയങ്കര. നമ്മളൊരാളെ ഇത് ചെയ്യണ്ടെങ്കിൽ അവൻ ഒറ്റപ്പെടുമ്പോഴാണ് അവന് സത്യമാണ് അറിയുന്നത് അല്ലേ? അതിൽ ചേട്ടന് ഒത്തിരി പേരെ മനസ്സിലാക്കാൻ പറ്റി, ഒരുപാട് പേര് മനസ്സിലായി. കപടമുഖങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. കപടമുഖം എന്ന് പറയാൻ പറ്റൊന്നുമില്ല, അതൊന്നും ഞാൻ പറയില്ല. അങ്ങനത്തെ പേരൊന്നും ഞാൻ പറയില്ല. അവർക്ക് അവരുടേതായ ലൈഫ് സെൽഫിഷ്നെസ് ആണ് ഏറ്റവും കൂടുതൽ. മറ്റൊരാളുടെ ദുഃഖമാണ് ഇന്ന് ആഘോഷിക്കുന്നത്. അതല്ലേ സത്യമായിട്ട്. ഈ ഇതിലൊക്കെ ഓൺലൈനിലൊക്കെ ഈ കമന്റ് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ വെച്ചാൽ ഒരാളെയൊക്കെ നശിപ്പിക്കുകയാണ് അനാവശ്യം പറഞ്ഞിട്ട്. ശരിക്കും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ചേട്ടന്റെ ഒരു അനുഭവത്തിൽ ചേട്ടൻ തന്നെ പറയുന്നുണ്ട് നമുക്ക് ഒറ്റപ്പെടൽ ഭീകരമായ ഒരു അനുഭവമാണ്. അപ്പം ശരിക്കും ചേട്ടൻ ആ ഒരു സ്ട്രഗിളിൽ നിന്നും എന്താ പറയാ കടന്നു വന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഈ ചേട്ടന് മാത്രമല്ല എനിക്കായാലും എല്ലാവർക്കും ജീവിതത്തിൽ ഓരോ അനുഭവങ്ങൾ നമുക്കുണ്ടാവും. അതിൽ ശരിക്കും നമ്മൾ എങ്ങനെയാണ് അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യേണ്ടത്? അതിനെ എങ്ങനെ നമ്മൾ ചെറുത്ത് നിർത്തി നമ്മൾ ജീവിതത്തെ എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും? നമ്മൾ ഒറ്റക്കാരന് ആദ്യം തീരുമാനിക്കാം. നമ്മൾ വന്ന ഒറ്റക്കാണ്, പോകുന്നതും ഒറ്റക്കാണ്. അതിനിടയിൽ കൂടിച്ചേരലുകളും വിട്ടുപോരലൊക്കെ ഉണ്ടാവുന്നു. പക്ഷെ അതിനകത്ത് നമ്മൾ ചിലരെ നമ്മള് ചേർത്ത് പിടിക്കാറുണ്ട്. ഇവര് നമ്മുടെ കൂടെ കാണും എന്നുള്ള ഒരു അങ്ങനെ നമുക്ക് പ്രിയപ്പെട്ട 1-2 പേരുണ്ടാവും എന്തായാലും. അതെ, ഭാര്യ, മക്കള് ഇവരൊക്കെ നമ്മൾ ചേർത്ത് പിടിച്ചേ പറ്റുള്ളൂ. അതെ, അവരുണ്ടാവും, എന്തായാലും അവരുണ്ടാവും. അതല്ലാതെ നമുക്കൊരാൾക്ക് പ്രതീക്ഷ നമ്മൾ വെക്കുമല്ലോ, വെക്കരുത് എന്നാണ് അല്ലേ ചേട്ടാ? അവർക്ക് അവരുടേതായ ജീവിതമുണ്ട്, അവരത് നോക്കി പോകുന്നത്. നമ്മളത് പ്രതീക്ഷിക്കരുത്. അവർക്ക് ജീവിതം, അല്ലാണ്ട് അതവരുടെ കുറ്റമല്ല. എന്താണ് ചേട്ടനെ ഏറ്റവും കൂടുതൽ നയിച്ചിരിക്കുന്ന ജീവിതത്തിൽ? കോൺഫിഡൻസ് ആണോ, വിൽ പവർ ആണോ, അതോ എല്ലാം ഈസി ഗോ ആയിട്ട് എടുക്കുന്നതാണോ? ശരിക്കും അത്രേ ഉള്ളൂ. എങ്ങനെ ചേട്ടാ ആ ഒരു മനസ്സിലേക്ക് നമ്മള് ആദ്യമേ ചേട്ടൻ അങ്ങനെ അത് പരുവപ്പെടുത്തെടുക്കാൻ ഒരുപാട് സമയം പിടിക്കും. ഞാൻ ആ പരുവപ്പെടുത്തലാണ് ചേട്ടനോട് ചോദിച്ചത്. അതായത് ഇതേപോലെ എത്രയോ പേർക്ക് അനുഭവങ്ങളുണ്ട്, പെട്ടെന്ന് പതറിപ്പോകുന്ന ആൾക്കാരുണ്ട്, ഈവൻ ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരാൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ജിം ക്യാരി, അദ്ദേഹത്തിന് അത് ഏറ്റവും വലിയൊരു ആക്ടറാണ്. അദ്ദേഹത്തിന് ഇടയ്ക്ക് ഡിപ്രഷൻ ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കൊമേഡിയൻ ആണ്.
ഇല്ലേ ചേട്ടാ? ഇപ്പൊ ചേട്ടന് ഇപ്പൊ ഒരു സദസ്സിൽ ചെന്നു എന്ന് തന്നെ വിചാരിച്ചോളൂ. അപ്പൊ ആ സദസ്സിൽ സലീം കുമാർ ചേട്ടൻ വരുന്നുണ്ട്. നമുക്ക് ഇന്ന് രണ്ട് സന്തോഷം ആയിട്ട് വർത്താനം അദ്ദേഹം പറയും, നമുക്ക് കേൾക്കാം, ചിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് വരുന്നവരുണ്ടാവുമല്ലോ. അപ്പൊ ചേട്ടന് ചില സമയത്തൊക്കെ നമുക്കും ടെൻഷൻസ് കൊണ്ടായിരിക്കും നമ്മളൊരു ചിലപ്പോൾ ഒരു വേദിയിലേക്ക് ചെല്ലും. ഇത് മറന്നിട്ട് നമ്മൾ അവരുമായിട്ട് ചേർന്ന് ചേട്ടന് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്? അത് പറ്റണം, അല്ലെങ്കിൽ പോകരുത് അവിടെ. അതാണ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വല്ല പ്രശ്നമുണ്ട് വീട്ടില് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ. ഞാൻ വന്നത് ആനയുമായിട്ടുള്ള ഒരു അഭിമുഖത്തിന് വേണ്ടി വന്നതാണ്. അപ്പൊ ഞാൻ എന്തോണോ ഇവിടെ ഉദ്ദേശിച്ചത് അത് ചെയ്യാം. അല്ലാതെ ഞാൻ ഡിപ്രഷനാണ് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. ബാക്കി എല്ലാ ചിന്തകളും ഒഴിവാക്കാം. നമ്മൾ ഇപ്പൊ അറ്റ് പ്രസന്റ് എങ്ങനെയാണോ അതുപോലെ നമ്മൾ അത്രേ ഉള്ളൂ. പോവുക. ഓക്കെ, നമുക്ക് മറ്റേതിനൊക്കെ സമയമുണ്ടല്ലോ ഇനി. അതെ, ഏത് ഡിപ്രഷനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഡിപ്രഷൻ എല്ലാവർക്കും ഉണ്ടെന്നേ. ഈ അളവ് കൂടുമ്പോഴാണ് എല്ലാവർക്കും ഭ്രാന്തുണ്ട്. പക്ഷെ അളവ് കൂടുമ്പോഴേ പ്രശ്നം തന്നെ ഉള്ളൂ. കറക്റ്റ്, സത്യം. ഈ ഒരു 30 വർഷത്തെ ഒരു ജേർണി, ഒരു നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, നല്ല എന്താ പറയാ ഒരു യാത്രയല്ലേ അത്. ഇവിടം വരെ എത്തിയ സലീം ചേട്ടനും വന്ന സലീം ചേട്ടനും വീട്ടിലെ മാറ്റം, അമ്മയുടെ സന്തോഷം, മക്കള് ഒരു സ്ഥാനത്ത് എത്തുമ്പോ അമ്മമാരുടെ അച്ഛന്റെ സന്തോഷം ഉണ്ടാവും, പിന്നെ ചേച്ചിയുടെ എല്ലാം ഉണ്ടല്ലോ. എനിക്ക് പറ്റിയ തൊഴിലല്ല ഇതെന്ന് ആദ്യമേ മനസ്സിലായ ഒരാളായിരുന്നു ഞാൻ. നിർത്തിയതാണ് ഈ പരിപാടി. ഏത് അഭിനയം? അഭിനയം. അതിന് 2 പ്രാവശ്യം ഞാൻ ഇനി മേലാൽ സിനിമയുടെ പുറകെ പോകില്ലെന്ന് തീരുമാനിച്ചാണ്. അതൊന്ന് ഞാൻ മിമിക്രി ചെയ്യുന്ന സമയത്ത് വാടാനപ്പള്ളി എന്ന സ്ഥലത്ത് പ്രോഗ്രാം കാണാൻ റോബിൻ തിരുമല അറിയോ? റോബിൻ തിരുമല വന്ന്. അപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ് ഇവൻ നല്ല ആർട്ടിസ്റ്റാണ്, ഇതിന് വേഷം കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ പുള്ളി പ്രോഗ്രാം കണ്ട സലീം കുമാറിനൊരു വേഷം തന്നെ ഞാൻ തരാം. പ്രിപ്പറേറ്ററാണല്ലോ പുള്ളി. ഒരു കാര്യം ചെയ്യും, ഇത്ര ദിവസം ഇന്ന തീയതി രാമൂര് ഹോട്ടലിൽ തൃപ്രയാറ് വരണം, നമുക്ക് ഉറപ്പായിട്ട് ഞാൻ ഡയറക്ടർ ഉണ്ടാവും അവിടെ, ഉറപ്പ് ഒരു വിധം മെച്ചപ്പെട്ടൊരു വേഷം ഞാൻ തന്നേക്കാന്ന് പറഞ്ഞു. സന്തോഷം എനിക്ക്. അങ്ങനെ അമ്മനോട് പറഞ്ഞു പുള്ളി, അമ്മ ഇങ്ങനെ ഒരാള് പറഞ്ഞെങ്കിൽ പോയിക്കോ ചെല്ല. അങ്ങനെ റൂമിൽ ചെന്നപ്പോൾ വേറെ ആളായിരിക്കണം. ഈ ആൾ എനിക്കറിയാം, എൻ്റെ സുഹൃത്താണ്. നീ എന്താന്ന് വെച്ചു വിടാം. അപ്പൊ ഞാൻ പറഞ്ഞു റോബിൻ തിരുമലിനെ കാണാമെന്നാണ്. അപ്പൊ എന്താന്ന് ചോദിച്ചു. പുള്ളി എനിക്കൊരു വേഷം തരാന്ന് പറഞ്ഞു. അതിൻ്റെ പേരിൽ വന്നേക്കാം. അപ്പൊ ഞാനാണ് ഇപ്പൊ എഴുതണത്. റോബിൻ പിണങ്ങിപ്പോയിരുന്നു ഡയറക്ടറായിട്ട്. അപ്പൊ നീയൊക്കെ ഇപ്പൊ സിനിമയിൽ അഭിനയിക്കാൻ നടക്കണെന്ന് ചോദിച്ചു. പിന്നെ ആളെന്നെ തേജോധം ചേരായി. സിനിമ എന്ന് വെച്ചാൽ സിനിമ എന്ന് വെച്ചാല് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല, മിമിക്രി ഒന്നുമല്ല, അത് വേറൊരു സാധനമാണ് എന്നൊക്കെ പറഞ്ഞ് സിനിമ എന്നെ പുള്ളി പഠിപ്പിക്കുകയാണ്. നമുക്കൊന്ന് ജന്മത്ത് അഭിനയിക്കാൻ സിനിമയിലും വരാൻ പറ്റില്ലെന്ന് ഈ മനുഷ്യൻ പറയാന്ന്. അപ്പൊ എനിക്ക് ആകെ നാണക്കേടായി ഇൻസൾട്ടായി പോയി. അങ്ങനെ പുള്ളി അപ്പൊ പോയല്ലെന്ന് വെച്ചാൽ പോയി. ഇറങ്ങണ സമയത്ത് സിദ്ദിഖ് ഷമീർ ഡയറക്ടർ, അപ്പൊ എനിക്ക് എന്നെ പ്രോഗ്രാമൊക്കെ ചെയ്ത് അറിയാം പുള്ളിക്കാരൻ. എന്താ സിനിമ എവിടെയെന്ന് വെച്ച്, ഞാൻ റോബിൻ തിരുമലൊന്ന് കാണാമെന്നാന്ന് പറഞ്ഞു. റോബിനിൽ എന്തെങ്കിലും ആവശ്യമുണ്ടോന്ന് ചോദിച്ചു. അവിടെ ഇല്ല, ആവശ്യമൊന്നുമില്ലെന്ന് പറഞ്ഞു. അന്ന് ഞാൻ തീരുമാനിച്ചു ഇനി പരിപാടിക്ക് നിൽക്കരുന്നു. ശരിക്കും വേദനിച്ചല്ലേ? ശരിക്കും വേദന. അതൊന്നും മറക്കാൻ പറ്റില്ല, ഒന്നും മറക്കാൻ പറ്റില്ല അതെനിക്ക്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ സിനിമ റോക്കറ്റ് പോലെ ഓടി നടക്കുന്ന സമയത്ത് ഇതേ തിരക്കഥാകൃത്ത് റോബിൻ തിരുമലല്ല, എന്റെ സുഹൃത്താണ് അയാള്. സുഹൃത്താണ്. അയാൾക്ക് തോന്നി അയാള് വലിയ സ്റ്റാറാവും, എഴുത്തുകാരനാവും എന്നൊരു വിചാരം ഉണ്ടായിരുന്നതാണ്. അപ്പൊ ഒരു മാനസികാനന്ദം ഇല്ല. അങ്ങനെ പുള്ളിക്ക് സ്വീകരണം പുള്ളിയുടെ നാട്ടില്. അപ്പൊ ഡയറക്ടർ വിനയന്റെ പടം വില്ലിനസ് പടം നടക്കുകയാണ് നമ്മുടെ പാലാസില്, ബോൾഗാട്ടി പാലാസില്. അപ്പൊ എന്നോട് വിനയ ചേട്ടൻ എന്ന് പറഞ്ഞ്, സലീമെ ഇന്ന ആള്, ഞാൻ പേര് പെട്ടെന്ന് പറഞ്ഞു അവനെ, ഇന്ന ആള് വിളിക്കാറില്ല, സലീമിനൊന്ന് വിടുമെന്ന് ചോദിച്ചിട്ട്. അപ്പൊ പോകാൻ പറ്റുമെങ്കിൽ ഞാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും
ഇത് പറഞ്ഞു, അല്ല പോകാൻ പറ്റുന്ന പോയിക്കോ, പുള്ളിക്കറിയാം ആളെ. അപ്പൊ ഞാൻ പറഞ്ഞു പുള്ളിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ പോവാ, സ്വീകരണമല്ലേ പോവാന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി കറക്റ്റായിട്ട് വിനയൻ ചേട്ടൻ കറക്റ്റായിട്ട് അത് വിട്ടു. അപ്പൊ ഈ സലീം ഇനി അവിടെ തൃപ്രയാർ എടുത്താണുള്ളതല്ലേ. അങ്ങനെ ഞാൻ കാറിന് തൃപ്രയാർക്ക് പോയിരുന്നു. തൃപ്രയാർക്ക് പോകുമ്പോൾ കൊടുങ്ങല്ലൂർ പാലം കഴിയുമ്പോൾ അതുവരെയും എനിക്കറിയില്ല, ഒരു പറവൂർ തൃപ്രയാർ വണ്ടി പിന്നെ ചുമ്മാ നോക്കിങ്ങട്, ഇത് പണ്ട് ഞാൻ ആ വണ്ടി ഒന്നുമല്ല, ഇത് പണ്ട് ഞാൻ വന്ന വണ്ടിയല്ലേ. ഡ്രൈവറോടാ വണ്ടി നീക്കി വീട്ടിൽ പോകാൻ പറഞ്ഞു. ഞാൻ പോയില്ല. പോയി കഴിഞ്ഞ് ഈ കഥ ഞാൻ പറയും. എന്തിനാണ് അയാൾക്ക് സ്വീകരണം കൊടുത്ത സ്ഥലത്ത് ഞാൻ ഈ കഥ വിഷമിപ്പിക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പോകുന്നു. പക്ഷെ ഇദ്ദേഹം അങ്ങനെ ചെയ്തതാണ് ഇപ്പൊ ഞങ്ങൾക്ക് വിഷമമുണ്ടായി, എനിക്ക് വിഷമമുണ്ടായി, പ്രേക്ഷകർക്കും വിഷമമുണ്ടായി. അതെ, സത്യം. പിന്നെ രണ്ടാമത് നിർത്തിയത് ഇഷ്ടമാണ് നൂറുവട്ടം സിനിമ തിയേറ്ററിൽ റിലീസായി. അപ്പം എൻ്റെ പെങ്ങളുടെ മോനോട് ഞാൻ പറഞ്ഞു, ഞാൻ ഡബ് ചെയ്യാൻ പോയപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇയാൾ രക്ഷപ്പെടില്ലെന്ന്. എൻ്റെ രൂപം കണ്ടപ്പോൾ സിനിമക്ക് പറ്റിയൊരു രൂപമൊന്നും സ്വയം ജഡ്ജ് ചെയ്തു. കാരണം മറ്റുള്ളവരൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാൻ നിൽക്കുന്ന നമുക്കറിയാലോ, നമുക്കൊരു എൻ്റെ അപകർഷതാബോധത്തിൻ്റെ പേരിലാണോ എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ എൻ്റെ പെങ്ങളുടെ മോനെ വിട്ട് സിനിമ കാണാൻ ഞാൻ പോയില്ല. അപ്പോൾ പെങ്ങളുടെ മോൻ സിനിമ കണ്ടിട്ട് കാര്യങ്ങൾ കാണാൻ അത്ര വലിയ ലുക്കില്ല, ഒരു സുഖമില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു കറക്റ്റാ, ഞാനെടുത്ത അതേ തീരുമാനവും പറഞ്ഞോളൂ. എനിക്ക് മനസ്സിലാകാതെ. അപ്പം ഞാൻ വിചാരിച്ചു ഇതെൻ്റെ ലാസ്റ്റ് പടമാണെന്ന് ചോദിച്ചു. ഇത് കഴിഞ്ഞു, ഞാൻ ഒരു പടത്തിൽ അഭിനയിച്ചു, തീർന്നു. പക്ഷെ എന്നെ അവിടെ എടുത്താൽ സമ്മതിച്ചില്ല. പിന്നെ അനിൽ ബാബു വിളിച്ചു, ഞാൻ പോയില്ല ആ സിനിമക്ക്. മന്നാടി ഏർപ്പെട്ട് ചെങ്കോട്ടച്ചക്കൻ. ഞാൻ പറയാം ഞാൻ പോകണ്ട, സിനിമയിൽ എനിക്ക് ഞാനില്ല. എന്നെ നിർബന്ധിച്ച് ഡയറക്ടർ സാറൊക്കെ ഇല്ലേ, നിർബന്ധിച്ച് ട്രെയിനിൽ തള്ളി ഒറ്റപ്പാലത്ത് കൊണ്ട്. അതെ, അപ്പൊ ഈ എത്തേണ്ടവനെ അവിടെ എന്തൊക്കെ ചെയ്താലും എത്തും, അല്ലാത്തവന് ഒരിക്കലും എത്താനും പോണില്ല. എനിക്ക് അതാ നിങ്ങളോട് പറയാനുള്ളത്. നമ്മ ഒരു ചിത്രശലഭത്തിന് പിടിക്കാൻ വേണ്ടി അതിന്റെ പുറകെ നടന്ന് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. നമ്മുടെ പണിയിൽ മുഴുകിയിരിക്കുകയാണെങ്കിൽ ചിത്രശലഭം ഇവിടെ വന്നിരിക്കും. അപ്പൊ പിടിക്കാം. ഏറ്റവും വലിയൊരു ഉപദേശം. അതെ, അതാണ് എനിക്ക് ഈ പിള്ളേരോട് പറയാനുള്ളത്. നമ്മ ചെയ്യുന്നൊരു പ്രവൃത്തി വിധിച്ചിട്ടുണ്ടോ, അത് വിധിയല്ല, നമ്മ ചെയ്യുന്ന പ്രവൃത്തി അതിലാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നീ ആവേണ്ട സ്ഥലത്ത് നീ എത്തിയിരിക്കും. ഏറ്റവും വലിയ ഉപദേശം ചേട്ടാ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാര്യം എന്താ ചേട്ടാ, അത് എത്ര സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞു തന്നെ. ഇത് വെച്ച് തന്നെ ഇപ്പത്തെ കുട്ടികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അവർ ആ ഡിപ്രഷൻ എന്നുള്ള വാക്ക് മാറ്റട്ടെ, അല്ലെ? അപ്പൊ ഇനി ഞാനൊരു കാര്യം ചെയ്യാൻ, ചേട്ടന് ഡിപ്രഷൻ വരാതെ ഭയങ്കര എനർജി ആയിട്ട് വരുന്ന ഒരു ഞാൻ ഉണ്ടാക്കിയ ഫുഡ് തരട്ടെ. നമുക്ക് അവിടെ പോയി കഴിച്ചാലോ? ഡിപ്രഷൻ ഇല്ല, എനർജി കയറാൻ. എന്താണ് ഫുഡ്? നല്ല കൊഞ്ച് വെച്ചിട്ടുണ്ട്. കൊഞ്ചെന്ന് വെച്ചല്ല, ഈ തിരുവനന്തപുരത്തുകാരുടെ കൊഞ്ചി ഞങ്ങളുടെ ചെമ്മീനാണ്. തിരുവനന്തപുരത്തുകാരുടെ കൊഞ്ചല്ല, ഇതൊരു കോട്ടയം സ്റ്റൈല് കൊഞ്ചാണ്. ആ കോട്ടയത്ത് എന്തോരുള്ള കൊഞ്ചിനാണ്? അങ്ങനൊന്നും എന്നോട് ചോദിക്കരുത്, എനിക്ക് കൊഞ്ചെന്നേ അറിയുള്ളൂ. ഈ തിരുവനന്തപുരത്തുകാര് സാജൻ എന്ന് പറഞ്ഞൊരു കമ്പ്യൂട്ടറൊക്കെ പഠിപ്പിക്കാൻ വന്ന, ഫോട്ടോഷോപ്പ് പഠിപ്പിക്കാൻ വന്ന ഒരാളുണ്ട്. അപ്പൊ അവൻ ചോദിച്ചു എന്താ സാജ കറി എന്ന് ചോദിച്ചു. കൊഞ്ചാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വൈഫിനെ വിളിച്ചിട്ട് കൊഞ്ചുണ്ട് വീട്ടില്. ചെമ്മീൻ ഞങ്ങൾ ചെമ്മീൻ എന്നാണോ കൊഞ്ചെന്ന് വെച്ചാണല്ലോ, മറ്റേ കൊമ്പക്കുള്ള സാധനമില്ലേ, അത് അതാണ് കൊഞ്ചി. കൊമ്പൊക്കെ ചുറ്റി ഇങ്ങനെ നിൽക്കൂലോ ആള്. ലോബ്സ്റ്റർ, അതിനാണ് കൊഞ്ചെന്ന് പറഞ്ഞ. ഓ അത് ശരി. അപ്പൊ മറ്റേ ചെമ്മീൻ എന്ന് പറയും. ചെമ്മീൻ എന്നാ പറഞ്ഞത്. അന്ന് ഇവിടെ ചെമ്മീൻ. അത് പറ. അപ്പൊ നമുക്ക് ചെമ്മീൻ കറി കൂട്ടിയാലോ? കൊഞ്ചല്ല, ഓരോ നാട്ടിലും ഓരോ ഭാഷയല്ലേ ചേട്ടാ? സത്യം ചേട്ടന് ഫുഡ് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ചെമ്മീൻ തന്നെയാണ്. ആണോ? മറ്റു മീനോ? മീൻ ഇഷ്ടമാണ്. ചെമ്മീൻ ഇറച്ചൊന്നും ഞാൻ കഴിക്കാറില്ല. പണ്ട് പോലെ ഇല്ല. ഇറച്ചി കഴിക്കൊക്കെ ചെയ്യും, കഴിക്കണ കുഴപ്പമൊന്നുമില്ല, ഇഷ്ടമല്ല എനിക്ക്. ചെമ്മീനോട് ഏറ്റവും കൂടുതൽ മീൻ, കണവ, കൂന്തലില്ലേ, അത്. കൂന്തൽ തന്നെ ഇഷ്ടം? തോരനാന്നോ, കറിയാന്നോ, ഒലത്താന്നോ? അത് പല രീതിയിൽ വെക്കാറുണ്ട്.
വറുത്തരച്ച് വെക്കും കൂന്തല്. ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് ഇറച്ചി വെക്കണ വരെ വെക്കും. പിന്നെ ഈ കുഴമ്പ് പോലെ ഇങ്ങനെ റോസ്റ്റ് കൂന്തൽ റോസ്റ്റില്ലേ അത് എടുക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ചെമ്മീനും പീച്ചിങ്ങയാണ്. പീച്ചിങ്ങ അറിയൂടെ? പീച്ചിങ്ങ അരിഞ്ഞിട്ട് ചെമ്മീൻ ഇട്ടിട്ട്. ചേട്ടാ കുക്ക് ചെയ്യോ? ഞാൻ കുക്ക് ചെയ്യും. ഏറ്റവും കൂടുതൽ ഏതാ ചെയ്യുന്നത്? ചെമ്മീൻ തന്നെയാണ്. ചെമ്മീൻ തന്നെ ആയിക്കോളൂ. ചേട്ടാ ഇഷ്ടമുള്ളത് ഏതാ? ചെമ്മീന്റെ ഏത് കറിയാ ഇഷ്ടം? ചെമ്മീന്റെ ഏത് കറി ഇഷ്ടമാണ്. ചെമ്മീനെ ഇഷ്ടമാണ്. അത് വറുത്താലും ഒലത്തിയാലും വറക്കൂല. ഈ എന്റെ വൈഫ് ഇത് ചെമ്മീൻ വട ഉണ്ടാക്കും. മറ്റേ ഉഴുന്നുവട പോലെ. അത് ഭയങ്കര ടേസ്റ്റാ അത്. ശരിയാ. ഓക്കെ. ചേട്ടൻ അപ്പൊ നാടൻ വിഭവങ്ങളോടാണ് കൂടുതൽ. ബിരിയാണിയോ? ഇല്ലില്ല. ഈ കൊഞ്ച് ബിരിയാണിയോ ഒക്കെ നല്ല ടേസ്റ്റാ. ബിരിയാണി ഒന്നും കഴിച്ചാലും ഇഷ്ടപ്പെടത്തില്ല. ഞാനൊരു കൊഞ്ച് വെച്ച് ബിരിയാണി ചെയ്ത് നോക്കട്ടെ. ഒരു സ്പൂൺ കഴിച്ചു നോക്കൂ. ഒറ്റ സ്പൂൺ. ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി തരാവേ. അത് ചേട്ടന് ഏറ്റവും ഇഷ്ടം കൊഞ്ചല്ലേ, സോറി ചെമ്മീനല്ലേ? അപ്പൊ ചെമ്മീൻ ബിരിയാണി ഞാൻ ഉണ്ടാക്കി തരാവേ. ഇന്ന് എന്തായാലും ഞാൻ ഈ കറിയും അപ്പവും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. അതിന്റെ കൂടെ കുറച്ച് കപ്പയും മീൻകറി ഉണ്ട്. പക്ഷെ എന്നാൽ ആദ്യം നമുക്ക് ഇത് കഴിച്ചു. നല്ലതാണോ? എരിവ് ഉപ്പും ഒക്കെ കറക്റ്റ് ആണോ? താങ്ക് യു ചേട്ടാ. ഇപ്രാവശ്യം നമ്മുടെ പ്രേക്ഷകരുടെ കൂടെ ഇരുന്ന് ചേട്ടൻ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു. ചേട്ടന്റെ അനുഭവത്തിൽ കൂടെ തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. സോ ഹാപ്പി ചേട്ടാ. എന്തറിയോ, കുട്ടികൾക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാം എന്നറിയോ? ചേട്ടനൊരു വലിയ സന്ദേശം തന്നെ കുട്ടികൾക്ക് കൊടുത്ത ഒരു വിൽ പവർ. ഈ പ്രോഗ്രാമിൽ വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും. അത് എപ്പോഴും വേണമെങ്കിലും ചേട്ടന് ഒരു അനിയത്തിയെ പോലെ ഓടി വരാൻ പറ്റുന്ന ഒരു വീടാണ്. അതാ ചേട്ടാ. അതേപോലെ എന്റെ പ്രേക്ഷകർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു സലീം ചേട്ടൻ വരുന്നു എന്ന് പറഞ്ഞപ്പോ. അപ്പൊ സലീം ചേട്ടന്റെ എന്താ പറയാ നാവ് കൊണ്ട് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഒരു ന്യൂ ഇയർ ആശംസകൾ പറയണം. അമൃത ടിവിയിലെ ആനീസ് കിച്ചണിലെ പ്രേക്ഷകർക്കും അമൃത ടിവിയുടെ മൊത്തം പ്രേക്ഷകർക്കും എന്റെ പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കൾക്ക് എന്റെ നവവത്സരാശംസകൾ. താങ്ക് യു ചേട്ടാ. ഇനി വരാൻ പോകുന്ന പുതിയ ക്യാരക്ടേഴ്സ് ഏതൊക്കെയാ? ഞാൻ ബബ്ബബേലുണ്ട്. ഞാൻ ഗസ്റ്റ് ഒരു 2 ദിവസത്തെ ഉറപ്പ് ചെയ്ത് ഞാൻ അത് അവര് നിർബന്ധിച്ചതിന്റെ ഒരു ചെയ്താണ്. അല്ലാണ്ട് സിനിമയിൽ ഇപ്പൊ ചെയ്യണില്ല. ഇപ്പൊ അത് നടത്താൻ കുറച്ച് പ്രശ്നമാണ്. ചേട്ടാ ടെൻഷൻ ആക്കണ്ട. ചേട്ടൻ ബാക്ക് സജീവമായിട്ട് ഫുൾ എനർജി ആയിട്ട് നമ്മുടെ ഓക്കെ. അതേപോലെ തിരിച്ച് നല്ല മനസ്സിനും ഒരുപാട് നന്ദി. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ചേട്ടന്റെ ഫ്രണ്ടിൽ വന്ന് പഴയ സലീം ചേട്ടനായിട്ട് ഫുൾ എനർജി ആയിട്ട് തിരിച്ചു വരണം. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന. പ്രതീക്ഷ ഒന്നുമല്ല, വരും. ഞങ്ങൾ എല്ലാ പ്രേക്ഷകരും ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ നിൽപ്പുണ്ട്. എനിവേ താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അതേപോലെ എൻ്റെ പ്രേക്ഷകർക്ക് ഇന്ന് സലീം ചേട്ടൻ്റെ ഒരുപാട് വിശേഷങ്ങൾ കേട്ടു, ഒരുപാട് ഉപദേശം കേട്ടു. സലീം ചേട്ടൻ പറഞ്ഞു ഇന്ന് ന്യൂ ഇയർ ആയിക്കൊണ്ട് അടുത്ത വർഷത്തെ പുതിയ തീരുമാനം എടുത്തിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. അടുത്ത വർഷം ന്യൂ ഇയറിന് ഇവിടെ വരുമ്പോൾ ചേട്ടൻ ആ വാക്ക് പാലിച്ച് പുതിയ നിയമം എടുക്കും ഇല്ലേ? തീർച്ചയായിട്ടും. ഇനി എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും, അതായത് സലീം ചേട്ടൻ പറഞ്ഞ പോലെ ആനീസ് കിച്ചന്റെ പ്രേക്ഷകർക്കും അമൃതയുടെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ പുതുവത്സരാശംസകൾ. ഇനി അടുത്ത എപ്പിസോഡിൽ ഇതേപോലെ പുതിയ വിഭവങ്ങളും പുതിയ അതിഥികളുമായി പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണണം. Till then, goodbye. Annie's Kitchen. Let's cook with love.